ചിപ്പിക്ക എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു റിഫ്ലക്റ്റർ ടെലസ്കോപ്പ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ടെലസ്കോപ്പാണിത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഭാഗങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് വേണ്ടത് PVC പൈപ്പാണ്. 85 സെൻറ്റിമീറ്റർ നീളത്തിൽ, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 140 mm ഡയമീറ്ററാണ് വേണ്ടത്. 5 ഇഞ്ച് എന്ന് പറയും. അതുപോലെ തന്നെ അടുത്തത് വേണ്ടത് പ്രൈമറി മിററാണ്. ഇത് ഓൺലൈൻ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 900 mm ഫോക്കൽ ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ സ്റ്റാൻഡാണ്. ഇതിൻ്റെ സ്റ്റാൻഡാണിത്. ഇതിൻ്റെ ബേസാണ്. ഇതിലാണ് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. കാരണം ഇത് ലെവലായി നിൽക്കണം. ഇതിനൊരു ചെറിയ ഫോക്കസ് ഉണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇത്. ഓൺലൈൻ ഷോപ്പിൽ ഇത് വാങ്ങാൻ കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയാണ്. ഇതിന് മരം കൊണ്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത് 5 ഇഞ്ച് ഡയമീറ്ററിൽ ഒരു പീസ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ 5.25 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അപ്പോൾ അടുത്തത് റിഫ്ലക്ടറാണ്. റിഫ്ലക്ടറിൻ്റെ പറഞ്ഞാൽ അടുത്തത് വരുന്നത് റിഫ്ലക്ടറിൻ്റെ സ്റ്റാൻഡാണ്. ഇതിലാണ് റിഫ്ലക്ടർ പിടിപ്പിക്കുക. ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നേർരേഖയിൽ വരുന്ന ലൈറ്റിനെ നമ്മൾ 90 ഡിഗ്രി ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ഇത് നടത്തി ചെയ്യുന്നത്. അടുത്തത് ഐപീസ് ആണ്. ഇതാണ് നമ്മുടെ ഐപീസ് വരുന്നത്. ഇത് 25 mm ആണ്. ഇത് 8 mm ആണ്. ഇത് 4 mm ആണ്. അതുപോലെ തന്നെ 900 mm നമ്മൾ ഇതിൻ്റെ വാല്യൂ പറയുന്നത്, ഇതിൻ്റെ എക്സ് സൂമിങ്ങിൻ്റെ കപ്പാസിറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 900 mm ഡിവൈഡഡ് ബൈ 25 ആണ്. ഇതിലൂടെ നോക്കിയാൽ നമുക്ക് 900 mm ഡിവൈഡഡ് ബൈ 25 36x സൂമിങ് ഇതിലൂടെ നോക്കിയാൽ നമുക്ക് കിട്ടും. ഇതിലൂടെ നോക്കിയാൽ നമുക്ക് 900 mm ഡിവൈഡഡ് ബൈ 8 mm. അപ്പോൾ 112.5x സൂമ് ഇതിലൂടെ നോക്കിയാൽ കിട്ടും. അതുപോലെ 900 mm ഡിവൈഡഡ് ബൈ 4 ഇതിലൂടെ നോക്കിയാൽ നമുക്ക് 225x സൂമ് കിട്ടും. നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി ഇനിയും കൂട്ടാം. ഇതിൻ്റെ ഐപീസ് ഇതിൻ്റെ ഫോക്കസ് കുറച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ഐപീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ എക്സ് സൂമിങ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് ഫോക്കസ് ചെയ്യുക. ഇതിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ ഫിക്സ് ചെയ്ത് നമ്മൾ ഇതിലൂടെയാണ് കാണുന്നത്. ഇതിലൂടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ. ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്ങിലേക്ക് പോകാം. ഇനി ഓക്കെ, ഫോക്കസ് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റി മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റി മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഡയമീറ്ററിൽ 4 സെൻറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റി ഡയമീറ്ററിൽ നമ്മൾ ഇവിടെ ഒരു ഹോള് മേക്ക് ചെയ്യുക. ഒരു ഹോള് 4 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഇതിവിടെ ഇറക്കി വെക്കുക. ഈ ഫോക്കസ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോക്കസ് നമ്മൾ സ്ക്രൂ ചെയ്യുക. ഫോക്കസ് ഫിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ റിഫ്ലക്ടറിൻ്റെ സ്റ്റാൻഡാണ്. സെക്കൻഡറി മിറർ അതിൻ്റെ സ്റ്റാൻഡാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഡബിൾ സ്റ്റിക്കർ ഒട്ടിക്കണം. ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ റിഫ്ലക്ടർ, ഇത് ശരിക്കും ഒരു കണ്ണാടി തന്നെയാണ്. പക്ഷേ റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു വ്യത്യാസമുണ്ട്. ഇത് റിഫ്ലക്ടറായിട്ട് വേറെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. കണ്ണാടി വെച്ചാൽ മതി, പക്ഷേ അതിനുള്ള
ഇതിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല. ഇതിവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുക. അത് ഇതിന് നേരെ നമ്മളിവിടെ ഫിക്സ് ചെയ്യുക. ഇത് സ്റ്റാൻഡ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഫിക്സ് ചെയ്യുക. ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ പൈപ്പിൻ്റെ ആ എൻഡ് നമുക്ക് ഇതിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയണം. അതിന് ഭാഗമായിട്ടാണ് നമ്മളവിടെ ഫിക്സ് ചെയ്യുക. റെഡിക്ക് നമ്മൾ ഈ എൻഡ് കാണാൻ കഴിയുന്ന വിധത്തിൽ ഇവിടെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ക്രൂ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഹോൾട്ട് സ്ക്രൂ ചെയ്യണം. ഇവിടെയൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഹോൾ ഇടുക. അതിനുശേഷം നമ്മൾ പ്രൈമറി മിററായ ഇത് ഫിക്സ് ചെയ്യണം. പ്രൈമറി മിറർ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഉള്ള ആദ്യം ഡബിൾ സ്റ്റിക്കർ ഒട്ടിക്കണം. ഇതിൻ്റെ സ്റ്റാൻഡിന് നമ്മൾ ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പ്രൈമറി മിററിനെ ഇവിടെ വെക്കുക. നല്ല കറക്റ്റായിട്ട് തന്നെ സ്റ്റാൻഡ് ചെയ്യുക. PVC പൈപ്പിൻ്റെ അടുത്ത എൻഡായ ഇവിടെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇതിനുള്ളിൽ പതുക്കെ ഇറക്കി വെക്കുക. കറക്റ്റായിട്ട് തന്നെ ഇറക്കി വെക്കാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മളിവിടെ സ്ക്രൂ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വിറ്റ് എടുത്തിട്ട് സ്ക്രൂ ചെയ്യാം. ഹോൾ ഇട്ടിട്ട് അപ്പോൾ അത് ഓക്കെ ആക്കി. ഇനി നമ്മൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ആക്കിയതിനനുസരിച്ച് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ നെറ്റ് ടൈറ്റ് ആക്കണം. ആദ്യം ഈ നെറ്റ് ടൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതിലൂടെ നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് സെൻറ്ററായി തന്നെ വരണം. ഇതിലൂടെ നോക്കുമ്പോൾ ഈ വിധത്തിൽ നമ്മൾ ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി അതാണ് ഇതിൻ്റെ മെയിൻ പ്രധാനം തന്നെ. അത് ഫോക്കസ് ആക്കി എടുക്കണം. എന്നാലേ നമുക്ക് ഇതിനോട് ക്ലിയർ ഇമേജ് കിട്ടൂ. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഫോക്കസ് അഡ്ജസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം ഇത് അതുപോലെ ആയിരിക്കും ഉണ്ടാകുക. ഫോക്കസ് പോലെ നോക്കുമ്പോൾ ഏകദേശം ഇത് സെൻട്രൽ പോർഷനിൽ തന്നെ വരുന്ന പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ടെസ്റ്റിന് വേണ്ടി ഒരു 500 മീറ്റർ ഒന്ന് നോക്കാം. കാരണം കൂടുതൽ ലെങ്ത് ആയിരിക്കും വീഡിയോ, അതുകൊണ്ട് നമുക്കൊരു ടെസ്റ്റിന് വേണ്ടി ഒന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു 500 മീറ്ററിലധികം ഡിസ്റ്റൻസ് ഉള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്.
ഇതിലൂടെ നല്ല ക്ലിയർ, ഏകദേശം ക്യാമറയുടെ ക്ലാരിറ്റി അനുസരിച്ചാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ല ക്ലിയറിൽ തന്നെയാണ്. ഇത് 25mm IPS വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ വീഡിയോ ആക്കി ഇടുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഉപഗ്രഹമായ ചന്ദ്രനെയും ഒക്കെ നോക്കുന്നത് അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും ഇടുക. തൽക്കാലം നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ശുഭദിനം.